മതം മാറാനുള്ള അവകാശമല്ലാതെ ജാതി മാറാനുള്ള സൗകര്യം ഭാരതീയ ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്നില്ലല്ലോ. ഉണ്ടായിരുന്നുവെങ്കിൽ ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് പോങ്ങൻ ജാതി മാറ്റം നടത്തിയേനെ. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്നത് വിവേകികളുടെ മാത്രം ബാധ്യതയാണ്. പോങ്ങന്മാർക്ക് അത് ബാധകമാവേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ബാധകമായിരുന്നുവെങ്കിൽ ഈ നാവടിയൊക്കെ നിർത്തി പോങ്ങന്റെ പാടു നോക്കേണ്ട സമയം എത്രയോ കഴിഞ്ഞിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ ഈ ഡപ്പാം കുത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കൂട്ടത്തിന് മുന്നിലാണ് താൻ മനസ്സറിഞ്ഞ് ചുവടുവയ്ക്കുന്നതെന്ന സത്യം അത് തിരിച്ചറിഞ്ഞാൽ കുച്ചിപ്പുടി ആചാര്യനായിട്ടുള്ള സാക്ഷാൽ വെമ്പട്ടി ചിന്നസത്യം പോലും നൃത്തത്തിന് അറുതി വരുത്തി സ്ഥലം കാലിയാക്കും. അതാണ് വകതിരിവ്. ഭാഗ്യവശാൽ അത്തരം വകതിരിവ് ഭാരവും പോങ്ങൻ പേറുന്നില്ല. വിവേകവും വകതിരിവും ഒന്നുമില്ല എന്നതുകൊണ്ടാണ് എത്ര പ്രതികൂല സാഹചര്യത്തിലും തിരിച്ചടി ബാധ കൂടാതെ പോങ്ങന് നാവാടാൻ കഴിയുന്നത്. നാണത്തിന്റെ തരിയെങ്കിലും ഉള്ളവനായിരുന്നുവെങ്കിൽ പോലും പോങ്ങൻ ഈ പരിപാടി ഇപ്പോൾ അവസാനിപ്പിച്ചേനെ. കാരണം അമ്മാതിരി ആഘാതമല്ലേ പോങ്ങന് കഴിഞ്ഞ ദിവസം തരപ്പെട്ട് കിട്ടിയത്. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേക്ക് സൂക്ഷം 10 ദിവസം മുൻപ് അന്ന് പോങ്ങനൊരു വീഡിയോ ചെയ്തു. ജാതിയിൽ പോങ്ങൻ തീയനാണ്, അതാണ് ഈ പോങ്ങ ബുദ്ധിയുടെ അടിസ്ഥാനം. അങ്ങനെ എന്തോ ആണ് തംനെയിലിൽ പോങ്ങൻ കൊടുത്തത്. അതിന് ചുവട്ടിൽ വന്ന കമന്റുകൾ കണ്ടപ്പോൾ പോങ്ങന് ആ വലിയ തെറ്റിദ്ധാരണ അങ്ങോട്ട് മാറിക്കിട്ടി. അതായത് പോങ്ങനെ കേൾക്കുന്നവരെല്ലാം പോങ്ങ ബുദ്ധിയുള്ളവരാവുമെന്ന ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. ആ ധാരണയാണ് ഒന്നാന്തരം തെറ്റിദ്ധാരണയായി മാറിപ്പോയത്. ഈ നെയ്മീൻ പ്രിയരുടെ നാട്ടിൽ നെയ്മീനും മാത്രം കച്ചവടം നടക്കുന്ന ഒരു മീൻ ചന്തയിൽ നത്തോലി വിൽക്കാൻ ഇരിക്കുന്നവൻ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരുതരം ഏകാന്തതയാണ് പോങ്ങൻ കഴിഞ്ഞ 10 ദിവസമായി അനുഭവിച്ചു വരുന്നത്. നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന അഭിപ്രായം നത്തോലി കച്ചവടക്കാരനിൽ കണ്ടേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായേക്കാം. പക്ഷേ നെയ്മീൻ സ്നേഹികൾക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായമില്ല. അത് മഹത്തായിട്ടുള്ളൊരു തിരിച്ചറിവായി പോങ്ങനെ ബാധിച്ചു കഴിഞ്ഞു. എന്തായാലും പോങ്ങനെ കേൾക്കുന്നവരെല്ലാം പോങ്ങന്മാരാവുമെന്ന തെറ്റിദ്ധാരണ തീർച്ചയായിട്ടും അതോടുകൂടി മാറിക്കിട്ടി. അതുപോലെ മറ്റ് 2 സത്യങ്ങൾ കൂടി പോങ്ങൻ തിരിച്ചറിയുകയും ചെയ്തു. പോങ്ങൻ തിരിച്ചറിഞ്ഞ ഒന്നാമത്തെ സത്യം, ഈ തംനെയിൽ മാത്രം കണ്ടുകൊണ്ട് വീഡിയോയെ മനസ്സിലാക്കുന്ന മനുഷ്യരും തീർച്ചയായിട്ടും പോങ്ങന്റെ പ്രേക്ഷക സമൂഹത്തിലുണ്ട്. പോങ്ങന്റെ തിരിച്ചറിവിന് ഇരപ്പെട്ട രണ്ടാമത്തെ സത്യം, സ്കിപ്പി വീഡിയോ കാണുന്ന ധാരാളം സ്കിപ്പികളും നമ്മുടെ പ്രേക്ഷക സമൂഹത്തിലുണ്ട്. സത്യത്തിൽ സ്വയം തെറ്റിദ്ധരിക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഈ 2 കൂട്ടരും. നിന്നെ ഞാൻ സ്നേഹിച്ച് കൊല്ലും എന്ന് ഈ പോങ്ങൻ പറഞ്ഞാൽ ഒരു സ്കിപ്പി കേൾക്കുന്നത് നിന്നെ ഞാൻ കൊല്ലും എന്നാവും. കാരണം ആ സ്കിപ്പി എന്റെ സ്നേഹത്തെയാവും വളരെ നിസാരമായി സ്കിപ്പി കളയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ചെറിയ അർത്ഥമാറ്റം വല്ലതുമാണോ ഉണ്ടാവുക? അല്ലേ? ഒക്കെ പോട്ടെ. ഞാൻ തീയനാണ്, ഒന്നാന്തരം ഭാരതീയൻ. അതാണ് ഈ പോങ്ങ ബുദ്ധിയുടെ അടിസ്ഥാനം. ഇങ്ങനെയാണ് ആ വീഡിയോയിൽ ഈ പോങ്ങൻ പറയുന്നത്. എന്നാൽ ഞാൻ തീയനാണ് എന്ന ഡയലോഗ് കേട്ട ഒരു സ്കിപ്പി ഒന്നാന്തരം ഭാരതീയൻ എന്ന എന്റെ പ്രയോഗത്തെ സ്കിപ്പി കളഞ്ഞു. അതോടെ ഭാരതീയനായ ഈ ദേശസ്നേഹി തീയനായ വെറുമൊരു ജാതിപ്രേമി മാത്രമായി അങ്ങോട്ട് ഒതുങ്ങിപ്പോയി. പോങ്ങൻ നായരെ എന്ന് വിളിച്ച് വളരെ വളരെ മൃദുവായി എനിക്ക് നേരെ ജാതി അധിക്ഷേപം നടത്തി രസിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ തീയനായിരുന്നോ പോങ്ങ എന്ന സാഹോദര്യ സൗഹാർദ്ദം കവിഞ്ഞ ചോദ്യത്തെ എനിക്ക് നേരിടേണ്ടിയും വന്നു. പിന്നാലെ അദ്ദേഹം ചൊരിഞ്ഞ അപാരമായിട്ടുള്ള സ്നേഹത്തിന് ഞാൻ പാത്രമാകാനും തുടങ്ങി. മതം മാറാനുള്ള അവകാശമല്ലാതെ ജാതി മാറാനുള്ള സൗകര്യം ഭാരതീയ ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്നില്ലല്ലോ. ഉണ്ടായിരുന്നുവെങ്കിൽ ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് പോങ്ങൻ ജാതി മാറ്റം നടത്തിയേനെ. എങ്കിലല്ലേ കുറ്റബോധം കൂടാതെ ആ സഹജീവിയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഏത്? എന്നാൽ മോഹനൻ നായർ എന്ന സ്കിപ്പിയുടെ ചോദ്യമാണ് വാസ്തവത്തിൽ പോങ്ങനെ കടുത്ത ആഘാതത്തിലാക്കിയത്. നിങ്ങൾ ആ പാലാ നാരായണൻ നായരുടെ കൊച്ചനന്തരവനല്ലേ പോങ്ങ എന്ന് ചോദിച്ചുകൊണ്ട് ഒരിക്കൽ എന്നെ പരിചയപ്പെട്ട ആ മോഹനൻ നായർ എന്ന സ്കിപ്പി കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് വരെ പോങ്ങൻ നായരായിരുന്നല്ലോ, ഇപ്പൊ തീയനായോ എന്ന് വളരെ അത്ഭുതം നിറഞ്ഞ, അതിശയം നിറഞ്ഞ, ഉത്തമമായ വിശ്വാസത്തോടുകൂടി പോങ്ങനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഹനൻ നായരുടെ ചോദ്യത്തിന് മുന്നിൽ പോങ്ങൻ അടിപതറിപ്പോയി. അതൊരു വലിയ ആഘാതമായി പോയി. മഹാകവി പാലാ നാരായണൻ നായരുടെ കൊച്ചനന്തരവനെ തീയനാക്കുന്ന തരത്തിലുള്ള ഒരു സൈദ്ധാന്തിക സിദ്ധി മോഹനൻ നായർ പ്രകടിപ്പിച്ച് കണ്ടപ്പോൾ തീർച്ചയായിട്ടും അത് ആരിലായാലും ആഘാതമുണ്ടാക്കും. ആ ആഘാതമാണ് പോങ്ങൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലൻ കെ നായരുടെ ജാതി ഏതാണെന്ന് ചോദിക്കുന്ന ബുദ്ധിയാണ് വാസ്തവത്തിൽ മോഹനൻ നായരിൽ നിന്നും പുറപ്പെട്ടത്. ഇതൊക്കെയാണ് പോങ്ങൻ അനുഭവിക്കുന്ന വലിയ വലിയ പ്രതിസന്ധികൾ. ഇതാണോ ഒരു പോങ്ങ പ്രേക്ഷകന്റെ സാമൂഹ്യ ബുദ്ധിയും സാമാന്യബോധവും?
ദേശീയവാദിയായിട്ടുള്ള ഒരു ഭാരതീയനെ പിടിച്ച് ദേശീയതയുടെ ഭാരം ചോർത്തിക്കളഞ്ഞ് വെറും തീയനാക്കി അവനെ ഒരു ജാതിക്കോളത്തിൽ അകപ്പെടുത്തുന്ന നിലയ്ക്ക് ദുർബലമാണ് പ്രേക്ഷക സമൂഹത്തിന്റെ തിരിച്ചറിയൽ ശേഷിയെങ്കിൽ അവർക്ക് മുന്നിൽ നാവാടാൻ വലിയ വലിയ നിലയിലുള്ള നാണമില്ലായ്മ തന്നെ വേണം. വേണ്ടേ? എന്നാൽ പോങ്ങനതുണ്ട്. ആ നാണമില്ലായ്മയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പോങ്ങൻ ഒരു കാര്യം സമ്മതിക്കാം. പോങ്സ്കൃതം പരാജയപ്പെട്ട ഒരു ഭാഷയാണ്. പോങ്സ്കൃതം അപകടകരമായിട്ടുള്ള തെറ്റിദ്ധാരണ നൽകുന്ന ഒരു ഭാഷാ സമ്പ്രദായമാണ്. സ്കിപ്പികളായിട്ടുള്ള പ്രേക്ഷക സമൂഹത്തെ വളരെ കരുതലോടുകൂടി സമീപിച്ചില്ലെങ്കിൽ അത് വലിയ കുഴപ്പമാവും ചെയ്യുക എന്നുള്ള ബോധ്യം പോങ്ങനിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങളിൽ വളരെ വലിയ സൂക്ഷ്മത പുലർത്താനുള്ള ശ്രദ്ധ തീർച്ചയായിട്ടും പോങ്ങൻ കാണിക്കും. അതുപോലെ തന്നെ ഹരിത മലയാളത്തിൽ താളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപാരമായ നിലയിൽ സംഘടിത ബുദ്ധി സൂക്ഷിക്കുന്ന പ്രബുദ്ധ സ്കിപ്പികളെ, നിങ്ങളുടെ സഹനശേഷിയുടെ ദുർബലതയെ ഈ പോങ്ങൻ സമുചിതം ഭയക്കുന്നു. നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചതിന് തീർച്ചയായിട്ടും പോങ്ങന് മാപ്പ് തരിക. പോങ്ങനോട് പൊറുക്കുക. തീയരും നായരുമല്ലാതെ, ഈഴവ സംഘിയും നായർ സംഘിയുമല്ലാതെ, സാദാ കൊങ്ങിയും സാദാ കമ്മിയും സാദാ സംഘിയുമല്ലാതെ, സുഡാപ്പികളല്ലാതെ, ലീഗരല്ലാതെ മനുഷ്യപ്പറ്റുള്ള ഒരൊറ്റ ഭാരതീയനെങ്കിലും പോങ്ങന്റെ പ്രേക്ഷക സമൂഹത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നും വേണ്ട, വെറും ഒരു പോങ്ങനെങ്കിലും ഈ മുത്തുപോങ്ങനെ ഒന്ന് സ്കിപ്പാതെ കേട്ടുവിട്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കേട്ടു പോയിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹവുമായി നിങ്ങൾക്ക് മുന്നിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ആദരവോടുകൂടി ഈയുള്ളവൻ ചൊല്ലിടുന്നു. നന്ദി സഹജീവികളെ. വളരെ സന്തോഷം. നന്മകൾ. നമുക്കെല്ലാം നല്ലത് വരട്ടെ.